വണ്ടി വരുമ്പോൾ കൈ കാണിക്കും ആൾക്കാർ ചിലർ. എൻ്റെ വായി ബോർഡ് കാണുമ്പോൾ അവർ പിന്മാറിപ്പോക്കളെ. അതെന്താ കാരണം എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് അതൊക്കെ എന്നെ വല്ലാതെ വേദന പറ്റിയിട്ടുണ്ട്. 9 മുതൽ ഇന്നലെ വരെ RCC രോഗികളെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണകാലം വരെ എൻ്റെ ആയുസ്സും എൻ്റെ വാഹനവും ഉള്ള കാലം വരെ ഞാൻ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഒരു 3 മാസം പ്രായമായ കുട്ടിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ആ കുട്ടിയെ അതൊരു നിമിത്തമാണ്. ഞാനതൊരു പുരാവസ്ഥയായിട്ട് കൊണ്ട് നടക്കുന്നത്. 15 ദിവസം കഴിഞ്ഞു. എനിക്കവരെ കണ്ടെത്തണം, ഇത് തിരികെ കൊടുക്കണം, ആ കൊച്ചിൻ്റെ വിവരം അറിയണം. ഞാൻ ഇന്നും തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മനസ്സിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടെത്തുന്നവരെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ചാക്ക സ്വദേശിയായ അബ്ദുൾ റഷീദ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി RCCയിൽ ചികിത്സയ്ക്ക് വരുന്ന രോഗികൾക്കായി തൻ്റെ ഓട്ടോ ചാർജ് സൗജന്യമാണ്. എന്നാൽ അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്, ഹൃദയം നുറുങ്ങുന്ന കഥ. എൻ്റെ പേര് അബ്ദുൾ റഷീദ്. ഞാൻ ഈ ഓട്ടോ ഓടാൻ തുടങ്ങിയിട്ട് 48 വർഷമായി. അതിൽ 15 വർഷമായി ഞാൻ RCC രോഗികളെ ഫ്രീ സർവീസ് നടത്താൻ തുടങ്ങിയിട്ട്. അതിന് കാരണം ഒരു 3 മാസം പ്രായമായ കുഞ്ഞാണ്. 2009 കേശവാസപുരത്തുനിന്നൊരു ഫാമിലി കയറി കൈക്കുഞ്ഞുമായിട്ട് മെഡിക്കൽ കളയിൽ പോട്ടെന്ന് പറഞ്ഞു. ഞാൻ നേരെ മെഡിക്കൽ കളയിൽ പോയി ചോദിച്ചു അവിടെ ഇങ്ങോട്ട് പോകും RCC പോട്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചോ എന്താണ് പ്രശ്നം. ഇപ്പോൾ പറഞ്ഞു ഇങ്ങനെ കുഞ്ഞിന് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അത് RCC കൊണ്ടാക്കി അന്നത്തെ 12 രൂപ ഞാൻ വാങ്ങിച്ച് പോവുകയും ചെയ്തു. ആ 12 രൂപ വാങ്ങിച്ചത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതായത് ഭയങ്കരമായി വേദനിപ്പിച്ചില്ല. അതായത് എനിക്ക് ഊണുമില്ല ഉറക്കമില്ല. എൻ്റെ വല്ലാത്ത സങ്കടത്തിലായിപ്പോയി ഞാൻ. അതുകൊണ്ട് അവർക്ക് നിന്നും എനിക്ക് ഞാൻ വീട്ടിൽ ഊണ് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പോയപ്പോഴത്തേക്ക് ഞാൻ വൈഫായി ഷെയർ ചെയ്തു. ഇതിങ്ങനെയാണ് പ്രശ്നം. ഒരു ഓട്ടം ഇങ്ങനെ 12 രൂപ വാങ്ങിച്ച് എൻ്റെ ആകെ ഇനി പെൻഷനാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ കാശ് അവരെ കണ്ടെത്തി തിരിച്ചു കൊടുക്കാൻ പറയും. ആ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞാൽ 10 ദിവസം അന്വേഷിച്ചു. തമ്പാനൊരു RCC ഒക്കെ അന്വേഷിച്ച് അവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അത് വീണ്ടും ഞാൻ വീട്ടിൽ വന്ന് ഷെയർ ചെയ്തു. മക്കളുമായിട്ടൊക്കെ സംസാരിച്ചു. മക്കൾ പറഞ്ഞ് വാപ്പച്ചൊരു കാര്യം ചെയ്യും, വാപ്പച്ചിക്ക് ശരിയും തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാം. അങ്ങനെ ഞാനത് അതിന് പരിഹാരമായിട്ട് ഈ കുഞ്ഞിനെ RCC രോഗികളെ ഫ്രീ സർവീസ് നടത്തുന്നുണ്ട്. ഒരു 5-6 രൂപ സഹായിക്കുന്നേ. അത് കഴിഞ്ഞ് ഞാൻ വെളിയിൽ പോയി എൻ്റെ കാര്യങ്ങൾ ഉപജീവനമാർഗം ഞാൻ നോക്കും. ഒരു 3 മാസം പ്രായമായ കുട്ടിയാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. ആ കുട്ടിയെ അതൊരു നിമിത്തമാണ്. അതിന് ആളിനെ തേടി 10 ദിവസം അലഞ്ഞു. ബസ് സ്റ്റാൻഡിലും RCCയിലൊക്കെ അലഞ്ഞിട്ട് ആളിനെ കിട്ടിയില്ല. അത് ഞാൻ വീട്ടിൽ ചെന്ന് ഇങ്ങനെ വീണ്ടും അവതരിപ്പിച്ചു. ഇങ്ങനെ കാര്യം മക്കളെ കൊണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം തീരുമാനം പറഞ്ഞ് നിങ്ങൾ അത് സഹകരിക്കുമെന്ന് കേട്ടു. സഹകരിക്കാം, നല്ലതാണ് സഹകരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ ഇതിന് പരിഹാരമായിട്ട് നമുക്കൊരു RCC രോഗികളെ ഒരു 5-6 രൂപ സഹായിക്കണം. ഇതിന് പരിഹാരമായിട്ട് ഈ കൊണ്ടുവന്നവരുടെ പേര് ഒന്ന് ജോയി, മോളിക്കുട്ടി, 2 പേരും പേര് ആലപ്പുഴയുള്ള പാർട്ടിയാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ ആലോചിച്ച മക്കളൊക്കെ പറഞ്ഞു വാപ്പച്ചയ്ക്ക് ശരിയും തോന്നുന്നോ ചെയ്തോളാൻ പറഞ്ഞു. അല്ല ഇതിലേക്ക് അങ്ങ് ഇറങ്ങിയത്. 15 വർഷം കഴിഞ്ഞു. 2009 ഇതിൽ ഇറങ്ങണത്. അതായത് 9 മുതൽ ഇന്നലെ വരെ RCC രോഗികളെ ഞാൻ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ 48 കൊല്ലമായി ഞാൻ വണ്ടി ഫീൽഡിൽ വന്നിട്ട്. അപ്പോൾ 17 വർഷം കൊണ്ട് ഇവരെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. എൻ്റെ സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടല്ല, എൻ്റെ മനസ്സ് അനുവദിക്കണില്ല. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. ഇനിയും ചെയ്യാൻ മരണകാലം വരെ എൻ്റെ ആയുസ്സും എൻ്റെ വാഹനവും ഉള്ള കാലം വരെ ഞാൻ അത് തുടർന്ന് പോയിക്കൊണ്ടിരിക്കും. ഞാനതൊരു പുരാവസ്ഥയായിട്ട് കൊണ്ട് നടക്കുകയാണ്. 15 ദിവസം കഴിഞ്ഞു. ഈ കാശ് എന്തെങ്കിലും ഇച്ചിരി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അവിടെ കാരണം അപ്പോഴും കൊടുക്കണം. ആ കണക്കിനെ കൊണ്ട് നടക്കുന്നുണ്ട്. കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. എനിക്കവരെ കണ്ടെത്തണം, ഇത് തിരികെ കൊടുക്കണം, ആ കൊച്ചിൻ്റെ വിവരം അറിയണം. അത്ര തന്നെ. ഞാൻ ഇന്നും തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും മനസ്സിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർ കണ്ടെത്തുന്നവരെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ മരിക്കണം. ഈ RCC രോഗികൾക്ക് സൗജന്യ യാത്ര, ഈ സൗജന്യ യാത്ര പോയിട്ട് മറ്റ് യാത്രികരെ ഓട്ടങ്ങൾക്ക് കിട്ടാറുണ്ടോ? ഞാൻ പോകും. അവരുടെ കാര്യം ഞാൻ വിളിച്ച് ഇറങ്ങി ലൈനിൽ ഓടി എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തും. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഇനി 3 മക്കളാണ്, ഒരു പെണ്ണും 2 ആണും. മക്കളൊക്കെ ഓരോ കുടുംബങ്ങളായി. ഇപ്പോൾ ഞാൻ എൻ്റെ വൈഫ് മാത്രമേ ഉള്ളൂ. നമ്മളൊരു വാടക വീട്ടിലാണ് കിടക്കുന്നത്.
വേറെ ബുദ്ധിമുട്ടൊന്നും നമുക്ക് ഇതുവരെ ഇല്ല. മറക്കാനാവാത്ത കാരണം വെച്ച് കഴിഞ്ഞാൽ ആറ്റിങ്ങ പോയ സംഭവമുണ്ട്. RCC കിടക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ ബോർഡൊന്നും വെച്ചിട്ടില്ല, ബാക്കിൽ കിലോമീറ്റർ എഴുതിയിട്ടില്ല. RCC രോഗികൾക്ക് ഫ്രീ സർവീസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അതാ RCC രണ്ട് വയസ്സായവർ വന്ന് വണ്ടിയിൽ കയറി ആറ്റിങ്ങ പോട്ടെന്ന് പറഞ്ഞു. ഞാൻ പല പ്രതീക്ഷയോടുകൂടിയാണ് ആറ്റിങ്ങ പോയത്. ആറ്റിങ്ങ പോയി റൈറ്റിൽ തിരിഞ്ഞ് അവർ ഒരു ബോർഡങ്ങകത്ത് പോയി. ഒരു ബോർഡകത്ത് വെച്ചാൽ അവർ പിന്നെ അവിടെ വേറെ വീടുകളുണ്ട്, അങ്ങനെയുള്ള മേഖലയായിരുന്നു. ഞാൻ അവിടെ കൊണ്ട് ഇറക്കി. അവർ വിചാരിച്ചത് ഞാൻ ഇപ്പോൾ കാശ് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നമ്മൾ വിചാരിച്ചത് സംഘടനക്കാർ വിട്ടങ്ങനെ വണ്ടി ഫ്രീ ആണെന്ന് നമ്മൾ കയറിയില്ല, കയറില്ലായിരുന്നു. അവരുടെ ആകെ 200 ഉണ്ട്, ആകെ 200 ഉള്ളത്. എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പിന്നെ അതങ്ങ് സഹിച്ചു. അത് വീടാണെന്നുണ്ടെങ്കിൽ ഓലമേഞ്ഞ വീട്, മക്കളെ കളഞ്ഞിട്ട് പോയി. ഓലമേഞ്ഞ വീട്, ചെവര് അന്നത് അത് കട്ട കൊണ്ട് കെട്ടിയ വീടല്ല, തൊളിപ്പുകൊണ്ട് പൂശിയ വീടാണ്. അപ്പോൾ ഇടിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഒരു നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടത്. ഞാൻ പിന്നെ വന്ന് കണ്ണമ്മൂല വന്ന് അവർ എനിക്കൊരു പാഠമായിരുന്നു. എനിക്ക് ഒരു അറിവ് അതുകൊണ്ട് എനിക്ക് ഉണ്ടായി. ഞാൻ പിന്നെ കണ്ണമ്മൂല കൊണ്ടുവന്ന് അതിനെ കിലോമീറ്ററാക്കി, 7 കിലോമീറ്റർ. അന്ന് കിലോമീറ്റർ എഴുതിയിട്ടില്ല, 7 കിലോമീറ്ററാക്കി ഫ്രണ്ടിൽ ബോർഡും വെച്ച്. പിന്നെ RCC വരുന്നവരൊക്കെ അങ്ങനെയുള്ള രോഗികളാണ് പറഞ്ഞത്. അവിടെ ഒന്ന് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. 1 മണിക്കൂറെങ്കിലും അവിടെ ഒന്ന് സമയം കളയണം, ആരായാലും മനുഷ്യനാണെങ്കിൽ, എങ്കിലേ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ വണ്ടികളുടെ യാത്ര, വണ്ടി വരുമ്പോൾ കൈ കാണിക്കും ആൾക്കാർ ചിലർ. എൻ്റെ ബോർഡ് കാണുമ്പോൾ അവർ പിന്മാറിപ്പോക്കളെ. അതെന്താ കാരണം എന്ന് പറഞ്ഞുകൂടാ. എനിക്ക് അതൊക്കെ എന്നെ വല്ലാതെ പറ്റിയിട്ടുണ്ട്. അത് എന്നാരും ഇതുവരെ പറ്റിച്ചായിട്ട് എനിക്ക് അറിവില്ല. RCC എന്ന് പറയും, ഞാൻ കൊണ്ടുപോകും. അത് മാത്രമേ ഞാൻ കാർഡൊന്നും നോക്കില്ല. ചികിത്സാ കാർഡുണ്ട് അവിടുത്തെ, അതൊന്നും നോക്കില്ല, അതുകൊണ്ടങ്ങ് പോകും. ഈ വണ്ടി ഇത് തന്നെ ആയിരുന്നോ? അതിനുള്ള പ്രായം ഇതിനില്ല. ഞാൻ തുടങ്ങിയിട്ട് 15 വർഷം കഴിഞ്ഞു. ഇതിന് 6 വർഷത്തെ പഴക്കമേ ഉള്ളൂ. ഇതെൻ്റെ കയ്യിൽ വരാൻ കാരണം ഇതുപോലൊരു പേഷ്യൻറ്റിൻ്റെ മകനാണ്. ഞാൻ അവിടെ ഈ പഴയ വണ്ടി കൊണ്ട് ആൾക്കാരെ എടുക്കുകയും കയറ്റുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിരമായിട്ട് അമ്മയും കൊണ്ട് ചികിത്സയ്ക്ക് വരുമ്പോഴൊക്കെ എന്നെ കാണും. ഒരു ദിവസം എന്നെ വിളിച്ച് മാറ്റി നിർത്തി കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് നിങ്ങളിങ്ങനെ ചെയ്യാൻ കാരണമെന്ന്. അപ്പോൾ കാരണമൊന്നും പറഞ്ഞില്ല, കാരണം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു അത് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, അങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ നമ്പറും തരാമോ? ഞാൻ എന്തിനാ? ഞാൻ വിളിക്കുമ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞു. കാര്യം എന്ത് ചേട്ടൻ, കാര്യം പിന്നെ പറയാമെന്ന് പറഞ്ഞു. ഞാൻ നമ്പർ കൊടുത്ത് ഒരു 2 മാസമാവും. 2 മാസം ഫോൺ നമ്പർ കൊടുത്ത് 2 മാസം ആയപ്പോഴത്തേക്ക് എന്നെ വിളിച്ചു. എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. എന്നിട്ട് ആരും നേരത്തെ ഇന്നാളൊക്കെ RCC ഞാൻ പരിചയപ്പെട്ടാണ്. നിങ്ങൾ തിങ്കളാഴ്ച ആയിരുന്നു വിളിക്കണം, വെള്ളിയാഴ്ച, തിങ്കളാഴ്ച ആയിരുന്നു നിങ്ങൾ വീട് വരെ വരണം. എന്നിട്ട് കാര്യം നിങ്ങൾ വരും സംസാരിക്കാമെന്ന് പറഞ്ഞു. ചേട്ടൻ വാന്ന് പറഞ്ഞു. ആ തിങ്കളാഴ്ച ഞാൻ പോയപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ എൻ്റെ വണ്ടിയിൽ കയറി. മറ്റേ വണ്ടിയിൽ, ഇതില്ല മറ്റേ വണ്ടിയിൽ കയറി നെടുവങ്ങാട് പോട്ടെന്ന് പറഞ്ഞു. ഒരു കാര്യം തരും, നിങ്ങൾ പോയി ചേട്ടൻ പോകുമെന്ന് പറഞ്ഞു. അത് നേരെ നെടുവങ്ങാട് പോയി. നെടുവങ്ങാട് പോയത് ഈ കല്ലിങ്കൽ ബജാജ് എനിക്ക് പറഞ്ഞുകൂടാ, അവർക്ക് പറഞ്ഞുകൂടാ. അങ്ങനെ ചോദിച്ച് തിരക്കി അവിടെ പോയി ഇറങ്ങി. എൻ്റെ ചേട്ടൻ ഇഷ്ടമുള്ള വണ്ടി തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. അത് ഈ വണ്ടി അവർക്ക് ഓടാനാണ്. അപ്പോൾ 10-16 വണ്ടി നിരത്തിയിട്ടേക്കായിരുന്നു ഞാൻ അതിനൊരു വണ്ടി സെലക്ഷൻ ചെയ്തെടുത്ത് മാർക്ക് ചെയ്ത്. അപ്പോൾ ടാപ്പൊന്നും അടിച്ചിട്ടില്ല. 2 ദിവസം കഴിഞ്ഞാൽ വണ്ടി കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ആധാർ കാർഡ് ഫോട്ടോ കോപ്പി കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ആധാറിൻ്റെ ഫോട്ടോ കോപ്പിയും കൂടെ കൊണ്ടുവന്ന് കൊടുത്തു. അവർ ക്യാഷ് അടച്ച് 1,90,000 രൂപ, ലോണൊന്നുമില്ല, റെഡി ക്യാഷ് കൊടുത്ത് 1,90,000 കൊടുത്ത് വണ്ടി ഇറക്കി എന്നെ ഏൽപ്പിച്ചു. ഞാൻ വെച്ചാൽ അവരൊക്കെ ഉള്ള വണ്ടിയെന്ന് ഞാൻ അപ്പോഴും വിചാരിച്ചിരിക്കണത്. പക്ഷെ RC ബുക്ക് കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കാണ് എൻ്റെ പേരും അഡ്രസ്സ്. ഞാൻ എന്തിങ്ങനെ ആ വണ്ടി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റണ്ട. നിങ്ങൾ അത്രത്തോളം അറ്റമായി. അത് 22 കൊല്ലം ആ വണ്ടി എടുത്ത് ഞാൻ ഇത് ആളുകൊണ്ട് കറങ്ങും. പിന്നെ RCC പോവും. ഈ RCCക്കാർ വെളിയിൽ തിരക്കില്ല. ഞാൻ സ്ഥിരം RCC പോവും, ഒരു 5-6 വർഷം സഹായിക്കും. ഞാൻ പിന്നെ തിരിച്ചു വരും. പിന്നെ അവർ തമ്പാൻ്റെ കിട്ടിയാലും കൊണ്ടുപോകും, വേറെ എവിടെ നിന്ന് കിട്ടിയാലും കൊണ്ടുപോകും. അഭയ, ഡീപ്പോള്, പിന്നെ ഫീസ് സെൻറ്റർ, കാരുണ്യ,
ഒരെണ്ണൊക്കെ സവാരി എടുത്ത് കൊണ്ടുപോകും, കൊണ്ടിറക്കുകയും ചെയ്യും, കൊണ്ടുപോയി. പിന്നെ ഉള്ളൂർ ബസ് സ്റ്റാൻഡ്, കേശവാസരം ബസ് സ്റ്റാൻഡ്, മെഡിയങ്ങളെ ബസ് സ്റ്റാൻഡ്, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്. ഇപ്പോൾ തമ്പാൻ ശകലം കുറഞ്ഞിട്ടുണ്ട്, കാരണം വെച്ചാൽ ഈ ബസ് ഇഷ്ടംപോലെ ഇപ്പോൾ അവിടെ. ബസ്സേ ഇഷ്ടംപോലെ RCC വരുന്നുണ്ട്, അത് കുറച്ച് കുറഞ്ഞു, എന്നാലും കയറുന്നുണ്ട്. ഒരു ഫാമിലിയൊക്കെ കൊണ്ടിറക്കിയ അവർ എൻ്റെ കാര്യത്തോട്ട് ഞാൻ വഴക്ക് പറഞ്ഞു തരാം. നിങ്ങൾ ദൈവമാണെന്ന്, കാരണം കാശ് വാങ്ങിച്ചില്ലല്ലോ, അത് നിങ്ങൾ പോയി നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നത്. ഈ ഓട്ടോറിക്ഷയിൽ കലാപം മണിച്ചേട്ടൻ്റെ ഫോട്ടോ സീറ്റിലുണ്ടല്ലോ, അതെന്താണ്? സീറ്റിലുണ്ട്, ബാക്കിലുണ്ട്. ആ, പുള്ളി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, കാരണം ഈ വന്ന വഴി മറന്നില്ല. അദ്ദേഹം അത് മറക്കാതെ എല്ലാ സ്റ്റോറികളും, പുള്ളി വളർന്നതും ഈ സ്ഥിതിയിലായതെല്ലാം പുള്ളി ചാനൽ വഴി പരസ്യമായിട്ട് പറഞ്ഞ ഒരാളാണ്. പിന്നെ സ്വന്തം സ്ഥലം വിട്ട്, സ്വന്തം നാട് വിട്ട് പോയിട്ടില്ല. സാധാരണ ഈ കാശ് സൗകര്യങ്ങൾ വരുമ്പോൾ ആൾക്കാർ അവിടെ മാറിപ്പോവും, ചെന്നൈയില ബോംബെയിലൊക്കെ പോയി താമസിക്കും. അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആര് പോയി കൈ നീട്ടിയിരുന്നാൽ വെറും കേരളം തിരിച്ചു പറഞ്ഞയക്കില്ല. എന്നെ കണക്കിന് മനസ്സാണ് അദ്ദേഹത്തിന്. പക്ഷേ അദ്ദേഹത്തിന് സാമ്പത്തികം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ സാമ്പത്തികമായിട്ട് രോഗികളെ സഹായിക്കും. ചേട്ടനെ സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. വെച്ചാൽ ഈ ഇപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ എന്നെ ലോകം മൊത്തം അറിയും. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിജയം എന്ന് പറഞ്ഞത്. ഈ ചാനലിനെ ഏറ്റെടുത്തപ്പോഴത്തേക്ക് എന്നെ ലോകം മൊത്തം അറിയും. ഒരുപാട് എന്നെ വിളിച്ചു, ഒരുപാട്. ഇത് ആലപ്പുഴയിൽ നിന്ന് വന്ന കുടുംബമെന്ന് പറഞ്ഞു. അത് ഞാൻ പറഞ്ഞതല്ല, അവർ പറഞ്ഞത്. കുടുംബം കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ. കേട്ടറിവേ ഉള്ളൂ. കുഞ്ഞിന് എത്ര വയസ്സായിരുന്നു? 3 മാസം. 3 മാസം. അത് ചോദിച്ചറിഞ്ഞതാണ്. എൻ്റെ നിഗമനമല്ല, ഞാൻ ചോദിച്ചു കുഞ്ഞിന് എത്ര വയസ്സായി. 3 മാസം പ്രായം. അവർ ക്യാഷ് അവരുടെ പര്യാപ്തമായ ക്യാഷ് ഉണ്ടോ എന്നുള്ളത് അത് നുള്ളിപ്പുറക്കേക്കാണ് തന്നു. അവരെ ഗതിയായത് നുള്ളിപ്പുറക്കി തന്നു. അപ്പോൾ അവരുടെ കാര്യം എനിക്ക് എൻ്റെ കാര്യമാണ് ഞാൻ പോയതിന് ശേഷമാണ് എൻ്റെ പോഷത്വം ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോഴും എൻ്റെ വേദന തീർന്നിട്ടില്ല. രാത്രി ഉറങ്ങാൻ ഇപ്പോഴും തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കണ്ടുമുട്ടിയാൽ മതി. തെരച്ചിൽ തന്നെ ആവശ്യം മെയിൻ. എൻ്റെ ഉറക്കം ഒട്ടുമില്ലായിരുന്നു. ഉറക്കമല്ല, എന്ത് പറയാൻ, ഇങ്ങനെ അനുഭവം വേറെ ആക്കുമ്പോഴെല്ലാം കുഞ്ഞിൻ്റെ മുഖം തുടരായിട്ട് അവരെ കണ്ടുമുട്ടി ആ കുഞ്ഞിൻ്റെ അവസ്ഥ മനസ്സിലാക്കണം. ഈ കാശ് തിരികെ കൊടുക്കണേക്കാളും ഉപരി ആ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. അവർക്ക് കുഴപ്പമില്ലാതിരിക്കട്ടെ എന്ന് അള്ളാഹുവിനെ പ്രാർത്ഥിക്കാം. $15 വർഷം മുമ്പ് മേടിച്ച 12 രൂപ തിരിച്ചു കൊടുക്കാൻ അബ്ദുൾ റഷീദ് ഇപ്പോഴും കാത്തിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിൽ ഇരിക്കുന്ന ആ മാതാപിതാക്കൾ ഈ കഥ കേൾക്കുകയാണെങ്കിൽ അബ്ദുൾ റഷീദുമായി ബന്ധപ്പെടുക.